പ്രിയമുള്ളവരെ, വചനജ്വാല 1133 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 7 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ജപമാല മാസം നമ്മൾ ഇന്ന് 7-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ വചന വായനയിൽ 2 മക്കബായരുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. യൂദാസിന്റെ പ്രതികാരം. ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ലിസിയാസ് രാജാവിന്റെ അടുക്കലേക്കും യഹൂദർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്കും മടങ്ങി. എന്നാൽ സൈപ്രസ് ദേശാധിപതിയായ നിക്കോനോറും മറ്റ് ദേശാധിപതികളായ തിമോത്തിയോസ്, ഗന്നയേസിന്റെ പുത്രൻ അപ്പോളിയോണിയോസ്, ഹിയറോണിയോസ്, ദമാഫോൺ എന്നിവരും യഹൂദരെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല. ജോപ്പായിൽ നിന്നുള്ള ചിലർ ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു. തങ്ങൾ ഒരുക്കി നിർത്തിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം കയറാൻ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു. യഹൂദരോട് വിരോധമൊന്നുമില്ലെന്ന് അവർ നടിച്ചു. ശത്രു പൊതു സമ്മതപ്രകാരം ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു അത്. അവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച യഹൂദർ അപകടശങ്ക എന്നിയെ ക്ഷണം സ്വീകരിച്ചു. 200ഓളം വരുന്ന അവരെ ജോപ്പാക്കാർ പുറം കടലിലേക്ക് നയിച്ച് മുക്കിക്കൊന്നു. തന്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി കേട്ട യൂദാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി. നീതിയുറ്റ വിധിയാളനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരരുടെ കൊലയാളികളെ ആക്രമിച്ചു. രാത്രി തുറമുഖത്തിന് തീവയ്ക്കുകയും വഞ്ചികൾ ചുട്ടരിക്കുകയും അവിടെ അഭയം തേടിയവരെയെല്ലാം വധിക്കുകയും ചെയ്തു. നഗര കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന ജോപ്പ നിവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി. എന്നാൽ യാമ്നിക്കാരും തങ്ങളുടെ മധ്യേ വസിച്ചിരുന്ന യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു. അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും തീവയ്ക്കുകയും ചെയ്തു. തീജ്വാലയുടെ പ്രകാശം 240 സ്വാദിയോൺ അകലെ ജെറൂസലേമിൽ ദൃശ്യമായിരുന്നു. പിന്നീട് അവർ തിമോത്തിയോസിനെതിരെ 9 സ്താദിയോണിലധികം മുന്നറിയിപ്പോൾ 5000-ലേറെ കാലാർപ്പടയോടും 500-ൽ-പരം കുതിരപ്പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു. ഉഗ്രമായ പോരാട്ടത്തിന് ശേഷം ദൈവസഹായത്താൽ യൂദാസും സൈന്യവും വിജയം നേടി. അപ്പോൾ പരാജയപ്പെട്ട ആ നാടോടികൾ യൂദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു. കന്നുകാലികളെ നൽകാമെന്നും മറ്റെല്ലാ വിധത്തിലും ജനത്തെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മള് ആഗോള കത്തോലിക്ക സഭയിൽ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജപമാല ഭക്തിയെപ്പറ്റി ആദ്യമായി പ്രസംഗിച്ചത് വിശുദ്ധ ഡൊമിനിക് ആണെന്ന് പറയപ്പെടുന്നു. ലെപ്പാൻഡോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ജപമാല ചൊല്ലി ക്രിസ്ത്യൻ സൈന്യം വിജയിക്കുകയും
അനേകം ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തതിന്റെ വാർഷികത്തിൽ മാതാവിന്റെ തിരുനാളായി ആചരിക്കുകയും 13-ാം ഗ്രിഗോറിയസ് പാപ്പ ഇതിനെ ജപമാല തിരുനാൾ എന്ന് വിളിക്കുകയും 13-ാം ലയോ പാപ്പ ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ജപമാല മാസത്തിൽ കൂടുതൽ ജപമാല ചൊല്ലി നമുക്ക് ദൈവമാതാവിന്റെ മാധ്യസ്ഥം പ്രത്യേകമായി യാചിക്കാം. പരിശുദ്ധ അമ്മ വഴി നമുക്ക് ദാനമായി ലഭിച്ച അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ഒരു നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.